രാവിലെ തന്നെ ലെസ്റ്റർ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ, മിക്കവാറും എന്തെങ്കിലും മിഷൻ ഉണ്ടാവും. അതായിരിക്കും. അതെ ഷിൻചാനെ, നീ പറഞ്ഞത് ശരിയാണ്. ലെസ്റ്റർ നമുക്ക് ഒരു മിഷൻ തരാനാണ് വിളിച്ചേ. വേറെ ഒന്നല്ല, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് ഒരു വണ്ടി അടിച്ചു മാറ്റണം. അയ്യേ, പോലീസുകാരുടെ വണ്ടി അടിച്ചു മാറ്റേ? അവന്മാരുടെ പേട്ട വണ്ടിയൊക്കെ ആരടിച്ചു മാറ്റാനാ? അയ്യോ, എന്തുട്ടാണോ കാണിക്കണേ? വെറുതെ തന്നെ വെള്ളത്തിൽ കൊണ്ടിട്ടു. എടാ ഷിൻചാനെ, വല്ലപ്പോഴൊക്കെ കുളിക്ക്. അണ്ണാ, ഞാനിന്ന് രാവിലെ കുളിച്ചോളൂ. എന്തുട്ടാ ഷിൻചാനെ കള്ളം പറയണേ? നീ രാവിലെ കുളിച്ചിട്ടൂല പല്ലച്ചിട്ടൂല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വെറുതെ ഓരോന്നും പറഞ്ഞോളൂ. നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ കൂടെ പോരെ. നമുക്കൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോയിട്ട് വരാം. അവിടെ ചെന്നിട്ട് ഏത് വണ്ടി അടിച്ച് മാറ്റണ്ടേ അതും കൂടി നോക്കി നോക്കാം. എടാ ഷിൻചാനെ, വേഗം വന്ന് വണ്ടി കയറ്. ഇന്ന് നമുക്ക് ബൈക്ക് എടുത്തിട്ട് പോവാം, കാർ എടുക്കണ്ട. എന്നിട്ട് ഈ എന്നൊന്നും കാറിൽ പോണേ? ഒരു മിനിറ്റ്, ഞാൻ ഹെൽമെറ്റൊക്കെ വെക്കട്ടെ. എടാ ഷിൻചാനെ, മര്യാദയ്ക്ക് ഇരിക്കടാ. നീ എവിടെ കയറിയിരിക്കണ്? സൈലൻസർ മേ. അണ്ണ, എനിക്ക് ഇവിടെ ഇരിക്കാനാണ് ഇഷ്ടം. എടാ ഷിൻചാനെ, അവിടെ ഇരിക്കല്ലേ, അവിടെ സൈലൻസറാ. നിന്റെ ചന്തി പുള്ളും. അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. ആ ശരി, എന്തുട്ടെങ്കിലും ചെയ്യ്. അല്ല, നമ്മളെന്തിനാ ഈ പോലീസിന്റെ വണ്ടിയൊക്കെ അടിച്ചു മാറ്റാൻ പോണേ? ആ വണ്ടി വലിയ കാര്യമൊന്നുമില്ല. എടാ ഷിൻചാനെ, നമ്മളെന്തിന് ആ വണ്ടിയിൽ അടിച്ചു മാറ്റാൻ പോണേ? നീ ഉദ്ദേശിച്ചത് സാധാ പോലീസിന്റെ വണ്ടിയാവുന്ന. പക്ഷെ അതല്ല, ഈ പോലീസുകാർക്ക് ഒരു സൂപ്പർ കാർ ഉണ്ട്. നമ്മളിന്ന് ആ വണ്ടിയാണ് അടിച്ചു മാറ്റാൻ പോണേ. എന്തുട്ട്? പോലീസുകാർക്ക് സൂപ്പർ കാറാ? അണ്ണൻ എന്തുട്ടി പറയണേ? ആടാ ഷിൻചാനെ, നമ്മുടെ ലോസ് ആൻഡോസിലെ പോലീസുകാർക്ക് ഒരു സൂപ്പർ കാർ ഉണ്ട് ഇപ്പോൾ. അത് ലോസ് ആൻഡോസ് ഗവൺമെൻറ്റാണ് കൊടുത്തത്. ആകെ ഒരേ ഒരു സൂപ്പർ കാർ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ലോസ് ആൻഡോസിലെ മെയിൻ പോലീസ് സ്റ്റേഷനിൽ മാത്രമേ ഉള്ളൂ. അത് ശരി. അത് ഏത് ബ്രാൻഡിന്റെ സൂപ്പർ കാറാ? അത് ഏത് ബ്രാൻഡിൻ്റെ സൂപ്പർ കാറാന്ന് എനിക്കറിയില്ല. ലെസ്റ്റർ പക്ഷെ ഇത്ര മാത്രം പറഞ്ഞുള്ളൂ. നമ്മുടെ ലോസ് ആൻഡോസ് മെയിൻ പോലീസ് സ്റ്റേഷനിൽ ഒരു സൂപ്പർ കാർ ഉണ്ട്, അത് പോയിട്ട് അടിച്ചു മാറ്റാൻ. ലെസ്റ്റർ അത് മാത്രം പറഞ്ഞുള്ളൂ. അതിപ്പോൾ ഏത് ബ്രാൻഡിൻ്റെ വണ്ടിയായാലും കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ ബുഗാട്ടിയാ, ലംബോർഗിനിയാ, ഫെറാറിയാ, മെർസിഡസാ, ഏത് വണ്ടിയായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അണ്ണാ, അവിടെ നോക്കിയേ, എന്തോ പ്രശ്നമുണ്ടല്ലോ. ഹലോ ചേച്ചി, എന്താണ് പ്രശ്നം? അണ്ണാ, അതേ അയാള് ആ ചേച്ചിയുടെ പേഴ്സ് അടിച്ചു മാറ്റി, ദേ ഓടിപ്പോണു. ഹലോ ചേട്ടാ, മര്യാദയ്ക്ക് ആ പേഴ്സ് തന്നോ? അതായിരിക്കും നല്ലത്. നമ്മുടെ കയ്യിലും ഗണ്ണൊക്കെ ഉണ്ട്. പോയി പണി നോക്കടാ. അത് ശരി, നമ്മുടെ കയ്യിൽ ഗണ്ണുണ്ടായിട്ടും ഇയാൾക്കൊരു പേടിയില്ല. എന്നാ പിന്നെ അവിടെ എടുക്ക്, അതായിരിക്കും നല്ലത്. ആ പേഴ്സ് ഇത് അവിടെ ഇരിക്കുന്നുണ്ട്, നമുക്കത് എടുക്കാം. ആ പേഴ്സിൽ പക്ഷെ $2000 ഉണ്ട്. അണ്ണാ, ആ പേഴ്സ് ആ ചേച്ചിക്ക് കൊടുക്കണ? ആടെ കൊടുക്കാം. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് എന്തുട്ട് ചെയ്യാനാ? നമ്മുടെ കയ്യിലല്ലെങ്കിലും ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ടല്ലോ. പിന്നെ എന്തിനാ ഈ $2000 വേണ്ടിയിട്ട് ആ ചേച്ചിനെ പറ്റിക്കാൻ നോക്കണേ? ഇതങ്ങ് കൊടുത്തേക്കാം. ഹലോ ചേച്ചി, ഇതാ ചേച്ചിയുടെ പേഴ്സ്. ഓക്കെ, ആ ചേച്ചിക്ക് ഞാനിങ്ങനെ പേഴ്സ് എടുത്ത് കൊടുത്തേക്കാണ്. ആ പേഴ്സിൽ $2000 ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു $200 എനിക്ക് തന്നു. എന്തിനാണോ? നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. എന്നിട്ട് ആ വണ്ടിയും കടിച്ചു മാറ്റാം. ഞാൻ ഇനി അധികം ടൈം വേസ്റ്റ് ചെയ്യണില്ല. ഓക്കെ, ഇവിടെ ഞാനും ഷിൻചാനും പോലീസ് സ്റ്റേഷൻ്റെ ഏരിയയിലേക്ക് എത്തിയേക്കാണ്. ഇവിടെ പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. പോലീസ് സ്റ്റേഷൻ ഈ ഫ്ലൈ ഓവറിൻ്റെ പിന്നിലായിട്ടാണ് നിൽക്കണേ. ഓക്കെ, ഇതാണ് പോലീസ് സ്റ്റേഷൻ. ഇവിടെ എനിക്ക് വണ്ടിയൊന്നും കാണാനില്ല. ഇത് പക്ഷേ മെയിൻ എൻട്രൻസ് അല്ല. വണ്ടി അടിച്ച് മാറ്റാൻ പോകുമ്പോൾ മെയിൻ എൻട്രൻസ് വഴി കയറില്ല, അത് വേറെ കാര്യം. ഇവിടെയും ഒരു എൻട്രൻസ് ഉണ്ട്. അവിടെ 2 പോലീസുകാർ നിൽക്കുന്നുണ്ട്. ഒരു മിനിറ്റ്, ഈ പോലീസുകാർ എങ്ങോട്ടാണ് പോണത്? ആരിനെ പിടിക്കാനായിട്ട് പോണതോ? എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, ഇതാണപ്പോൾ മെയിൻ എൻട്രൻസ്. മുമ്പിൽ ഇഷ്ടം പോലെ പോലീസുകാർ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ തന്നെ 3 ആൾ നിൽക്കുന്നുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ കാറുകൾ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ സൂപ്പർ കാർ ഒന്നുമില്ല. ഇതൊക്കെ സാധാരണ പോലീസിൻ്റെ കാറുകളാണ്. എനിക്ക് തോന്നണതേ ആ ഗ്യാരേജിൻ്റെ അകത്ത് ഉണ്ടാവുന്ന. സൂപ്പർ കാറല്ലേ, മിക്കവാറും ഗ്യാരേജിൻ്റെ അകത്താവും. അല്ലാണ്ട് പുറത്ത് കൊണ്ടുപോയിട്ട് ആരും പാർക്ക് ചെയ്ത് വെക്കില്ലല്ലോ. ഇത് പഠിച്ചു മാറ്റാനായിട്ട് വലിയ എളുപ്പമൊന്നുമല്ല. പുറത്ത് ആ ഗ്യാരേജിൻ്റെ അവിടെ പോലീസുകാർ നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം. നമുക്ക് ഇന്ന് തന്നെ ഈ വണ്ടി അടിച്ചു മാറ്റണം. വേറൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് വണ്ടി തൽക്കാലം ഇവിടെ നിർത്തിയിടാം. എന്നിട്ടൊന്ന് നോക്കി നോക്കാം. ഇവിടെയാണ് ബാക്കിലത്തെ എൻട്രൻസ്. ഇവിടെ പക്ഷേ എനിക്ക് പോലീസുകാരൊന്നും കാണാനില്ല. നമുക്കപ്പോൾ ആ വഴി അങ്ങ് കയറി പോവാം, അതായിരിക്കും നല്ലത്. അണ്ണാ, ഇപ്പൊ തന്നെ പോണ? രാത്രിയാകുമ്പോ പോയാ പോരെ? ഇപ്പൊ പോയി കഴിഞ്ഞാൽ ചിലപ്പോ പണി കിട്ടും. ശരിയാണ്, ഷിൻചാൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. നമുക്കപ്പോൾ ഇപ്പോൾ വേണ്ട, രാത്രിയാകുമ്പോൾ വണ്ടി അടിച്ചു മാറ്റാം, അതായിരിക്കും നല്ലത്. ഷിൻചാനെ വന്ന് വണ്ടി കയറ്.
അണ്ണന്റെ കയ്യിൽ വെപ്പൺസ് ഒക്കെ ഇല്ലേ? ആ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ വെപ്പൺസ് ഉണ്ട്. വെപ്പൺസിന് ഒരു കുറവുമില്ല. ഞാനതിന് ഫൈറ്റ് ചെയ്യാനൊന്നും നിൽക്കണില്ല. ഫൈറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിന് മാത്രം നേരം ഉണ്ടാവുള്ളൂ. നമ്മൾ ജസ്റ്റ് പോലീസ് സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറുക, ഗ്യാരേജ് തുറക്കുക, വണ്ടി എടുക്കുക, സ്ഥലം വിടുക, അത്രേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയാ. അല്ല എങ്ങോട്ടാ പോണേ? നേരല്ലേ പോണ്ടേ? ആ ചെറുതായിട്ടൊന്ന് വഴി തെറ്റി. നമുക്ക് ലെസ്റ്ററിനെ ഒന്ന് വിളിക്കാം. അവിടെ ശരിക്കും വണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കാം. ഈ ലെസ്റ്റർ എന്താ ഫോൺ എടുക്കാത്ത? ആവശ്യമുള്ള സമയത്ത് വിളിച്ചാൽ കിട്ടില്ലേ? ആ എടാ ഫ്രാങ്ക്ലിനെ എന്താ വിളിച്ചേ? നേരത്തെ ഒരു കാറിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഒരു സൂപ്പർ കാറ്. അത് ശരിക്കും അവിടെ ഇല്ലേ? ആടാ ഫ്രാങ്ക്ലിനെ, പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസിന്റെ സൂപ്പർ കാർ ഉണ്ട്. ആ ഞാൻ അവിടെ വരെ ഒന്ന് പോയിണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷൻ്റെ ചുറ്റൊന്ന് നോക്കി നോക്കി, അവിടെ എനിക്ക് സൂപ്പർ കാറൊന്നും കണ്ടില്ല. ആ സൂപ്പർ കാർ അല്ലേ, അത് പുറത്താരും പാർക്ക് ചെയ്ത് വെക്കില്ല. മിക്കവാറും വല്ല ഗ്യാരേജിന്റെ അകത്താവും. ആണല്ലേ? അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ. രാത്രി ആവട്ടെ, എന്നിട്ട് പോയിട്ട് ആ വണ്ടിയും കടിച്ചു മാറ്റാം. ആടാ അത് മതി. ഓക്കെ, ഇവിടെ ഞാൻ ലെസ്റ്ററിൻ്റെ അടുത്ത് സംസാരിച്ചു. ഇവിടെ പിന്നെ ഞാൻ വീട്ടിലേക്ക് എത്തി. ഷിൻചാൻ നേരത്തെ പറഞ്ഞ പോലെ രാത്രി ആവട്ടെ, എന്നിട്ട് പോയിട്ട് വണ്ടിയും കടിച്ചു മാറ്റാം. രാത്രി ആകുമ്പോൾ ലോസ് ആൻഡോസിൽ അധികം ട്രാഫിക് ഉണ്ടാവില്ല. അഥവാ എന്തെങ്കിലും പോലീസ് കേസ് ഉണ്ടായാൽ പിന്നെ സുഖമായിട്ട് രക്ഷപ്പെടാൻ പറ്റും. അത് വേറെ കാര്യം. എന്നാൽ പിന്നെ രാത്രി ആവണ വരെ വെയിറ്റ് ചെയ്യാം. അതുവരിക്കും എന്തൊരു ചെയ്യുക? രാത്രി ആവാൻ കുറേ ടൈമുണ്ട്. ആ നമുക്കതുവരിക്കും കിടന്നുറങ്ങാം. എന്നിട്ട് രാത്രി ഒരു 12 മണിയാകുമ്പോൾ എണിക്കാം. എന്നിട്ട് പോയിട്ട് നമ്മുടെ പണി നോക്കാം. അതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, പോയിട്ട് കിടന്നുറങ്ങാം. ഓക്കെ, ഇവിടെ ഞാൻ ഉറങ്ങിയ എനിറ്റേക്കാണ് കേട്ടാ. ഇവിടെ ഇപ്പോൾ രാത്രിയായി. എത്ര മണിയായി? ഓ 2:15. എടാ ഷിൻചാനെ, നമ്മൾ ഓൾറെഡി ലേറ്റായി. നമുക്ക് വേഗം പോവാം. അല്ല നിങ്ങൾ എങ്ങോട്ടാ പോണേ? അത് പിന്നെ പോലീസുകാരുടെ ഒരു സൂപ്പർ കാറുണ്ട്, അത് ഞാൻ അടിച്ചു മാറ്റാൻ പോവാ. എന്താ നീ വരണ്ട? അയ്യോ ഞാനൊന്നുമില്ല, നിങ്ങൾ പോയാൽ മതി. എനിക്ക് വയ്യ ജയിലിൽ പോകാനായിട്ട്. ആ ചോപ്പിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കേ സ്വന്തം വണ്ടി എടുക്കണ്ട, വെല്ലോറിൻ്റെ വണ്ടി എടുത്തിട്ട് പോവാം. ഏയ് ഇതെന്തത്? രാത്രി 2 മണിയായിട്ടും ആൾക്കാർ കറങ്ങി നടക്കണ്ടല്ലോ. ആ അധികം ആൾക്കാരുണ്ടാവില്ല, എന്നാലും കുഴപ്പമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വണ്ടിയും കടിച്ചു മാറ്റാം. ഇതാരുടെ വണ്ടിയാണാവോ? എടാ ഷിൻചാനെ, വേഗം വന്ന് വണ്ടി കയറ്. ഇവൻ എന്തു പതുക്കിയേ വരണേ. ഓക്കെ, ഇവിടുത്തെ ഷിൻചാൻ വണ്ടിയിൽ കയറിക്കാണ് കേട്ടാ. നമുക്കിനി പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. നമുക്കധികം ടൈമില്ല, ഓൾറെഡി ലേറ്റായി. ഓ ഇതെന്തത്? ഈ വണ്ടിക്ക് വലിയ സ്പീഡൊന്നുമില്ലല്ലോ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എപ്പം തന്നെ? എടാ ഷിൻചാനെ, ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല കേട്ടാ. ഇവിടെ ലോസ് ആൻഡോസ് സിറ്റിയിൽ രാത്രി 2 മണിയായിട്ടും ആൾക്കാർ കറങ്ങി നടക്കുന്നുണ്ട്. അതെന്താ, ആർക്കും 2 മണി നേരത്ത് കറങ്ങി നടക്കാൻ പാടില്ലേ? അണ്ണന്റെ പോലത്തെ കള്ളന്മാർക്കും മാത്രം നടന്നാ മതിയാ? അതെന്താ ഷിൻചാനെ അങ്ങനെ ഒരു വർത്താനം? നിനക്ക് നാളെ 10 കോടി തന്നില്ലേ, അത് ഞാൻ തിരിച്ചെടുക്കണ്ടാ? അയ്യോ എന്തുട്ടാണാ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. അണ്ണൻ ഇങ്ങനെ സീരിയസ് ആവല്ലേ? ആ തമാശയായിട്ട് ഇരിക്കണതാണ് നല്ലത്. നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വണ്ടി അടിച്ച് മാറ്റി കഴിഞ്ഞാൽ എന്തായാലും പോലീസുകാർ നമ്മുടെ പിന്നാലെ വരും, അത് ഉറപ്പാ. ഒരു 4 സ്റ്റാർ വാണ്ടഡ് ലെവൽ കിട്ടും. ഈ നേരത്തെ ഇപ്പോൾ ട്രാഫിക് കുറവായിരുന്നെങ്കിൽ നമുക്ക് സുഖമായിട്ട് രക്ഷപ്പെടായിരുന്നു. ഇതിപ്പോൾ രക്ഷപ്പെടാനായിട്ട് വലിയ എളുപ്പമൊന്നുമല്ല, കുറച്ച് റിസ്ക് ആണ്. എന്നാലും നോക്കി നോക്കാം, നമ്മളിപ്പോൾ ഏതായാലും രക്ഷപ്പെടും, അത് ഉറപ്പാ. ഓക്കെ, ഇവിടെ ഞാൻ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തേക്കാണ്. ഇപ്പം എന്താണ് അവസ്ഥ? ഈ ഭാഗത്ത് എനിക്ക് പോലീസുകാരൊന്നും കാണാനില്ല. ഓക്കെ, ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. ഇവിടെയും എനിക്ക് പോലീസുകാരെ കാണാനില്ല. ഓക്കെ, രാത്രി ആകുമ്പോൾ അധികം പോലീസുകാരുണ്ടാവില്ല, അത് വേറെ കാര്യം. ഇവിടെ എന്താ അവസ്ഥ? ഓ ഇവിടെ ഫ്രണ്ടിൽ 2 പോലീസുകാർ നിൽക്കുന്നുണ്ട്. ആ 2 ആൾ മാത്രമേ ഉള്ളൂ. നേരത്തെ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ പിന്നെ പോലീസിൻ്റെ കാറുകളില്ല കേട്ടാ, ബൈക്ക് മാത്രമേ ഉള്ളൂ. കാറുകളൊക്കെ എവിടെയാണാവോ? പിന്നെ ആ